അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി ഉദ്ധരിച്ചുള്ള സ്വഹീഹായ ഒരു സംഭവമാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുത്ല മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വഹുവ ഖൈറുൻ മിന്നി. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു, അദ്ദേഹം എന്നെക്കാൾ നല്ലവനാണ്. കുഫിന ഫി ബുർദത്തിൻ ഇൻ ഖുത്തിയ റഅസുഹു ബദത് റിജ്ലാഹു. അദ്ദേഹത്തെ കഫൻ ചെയ്ത ആ പുതപ്പ് അതുകൊണ്ട് തല മൂടിയാൽ കാല് പുറത്താണ്, കാല് മൂടിയാൽ തല പുറത്താണ്. ഇങ്ങനെ ഒരു കഫൻ പടവ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് മുസ്അബ് ബിൻ ഉമൈർ മരിച്ചുപോയത്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ദീനിന്റെ മാർഗ്ഗത്തിലാണെങ്കിൽ, അള്ളാഹുവിന്റെ തൃപ്തിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഏതവസ്ഥയിലായിരുന്നാലും, ഇനി ശത്രുക്കളെ കൊണ്ട് കൊല്ലപ്പെടുകയോ കൊന്നിട്ടും രക്ഷയില്ലാത്ത അവസ്ഥ, കഫൻ ചെയ്യാൻ തുണി പോലും ഇല്ല, അങ്ങനെ ആയിരുന്നാൽ പോലും അതിൽ യാതൊരു കുഴപ്പവുമില്ല, അല്ലേ? ഇപ്പൊ അൽഹംദുലില്ലാഹ് ദീൻ വിജയിച്ചു എന്നല്ല അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് വാക്ക് നോക്കൂ നിങ്ങൾ. അദ്ദേഹം രണ്ടവസ്ഥയിലും ഒരു വ്യത്യാസം കാണുന്നില്ല. അവർ പീഡിപ്പിക്കപ്പെട്ടു, നമ്മൾ ആശ്വാസത്തിലാണ്, അതുകൊണ്ട് നമുക്കെന്തോ ദർജ കൂടിയത് കൊണ്ടാണ് ഇത് കിട്ടിയതെന്നല്ല അദ്ദേഹം വിചാരിക്കുന്നത്. മുസ്അബ് ബിൻ ഉമൈർ ഇങ്ങനെയാണ് മരിച്ചത്. രണ്ടുപേരും ഹദീദത്തിൽ മരിച്ചവരാണ്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം കൊല്ലപ്പെട്ടു. വഹുവ ഖൈറുൻ മിന്നി, അദ്ദേഹം എന്നെക്കാൾ നല്ലവനാണ്. സുമ്മ ബുസിത ലനാ മിന ദുനിയ മാ ബുസിത്. അതിനുശേഷം ദുനിയാവ് നമുക്ക് വിശാലമാക്കപ്പെട്ടു. അള്ളാഹു ദുനിയാവ് നമുക്ക് ധാരാളമായി തന്നു. ഉഅതീന മിന ദുനിയ മാ ഉഅതീന, ദുനിയാവിൽ നമുക്ക് കിട്ടിയതൊക്കെ കിട്ടി. വഖദ് ഖശീന അൻ തകൂന ഹസനാതുന ഉജ്ജലത് ലനാ, ഞാൻ പേടിക്കുകയാണ് നമ്മൾ ചെയ്ത പുണ്യങ്ങൾക്കൊക്കെയുള്ള പ്രതിഫലം ദുനിയാവിൽ തന്നെ അള്ളാഹു തരികയാണോ? അല്ലെ, കുഫാറുകളോട് അള്ളാഹു പറയുന്ന ഒരു വാക്ക്, അദ്ഹബതും തയ്യിബാതികും ഫി ഹയാതികും ദുനിയ, നിങ്ങൾ നിങ്ങളുടെ നന്മകളൊക്കെ ദുനിയാവിൽ തന്നെ അനുഭവിച്ച് തീർത്തിരിക്കുന്നു എന്ന് നാളെ നരകത്തിൽ പോകുന്ന സമയത്ത് കുഫാറുകളോട് പറയും എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അത് സംഭവിച്ചോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സുമ്മ ജഅല യബ്കി ഹത്താ തറക തുആം, അങ്ങനെ അദ്ദേഹം കരഞ്ഞു. വെറുതെ ഒരു ചെറിയ കണ്ണീരല്ല, അദ്ദേഹം കരഞ്ഞിട്ട് ആ ഭക്ഷണം കഴിച്ചില്ല, ഭക്ഷണം ഒഴിവാക്കി എന്നാണ് പറയുന്നത്. അത്രമാത്രം അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിക്കാതെ കരഞ്ഞുപോയി. ഇങ്ങനെയായിരുന്നു ദുനിയാവിനെ അദ്ദേഹം കണ്ടിരുന്നത്. അദ്ദേഹം മരിക്കുന്നത് ഹിജ്റ 32-ലാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് പ്രായമായ സമയത്ത് 75 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. ആ സമയത്ത് അദ്ദേഹം ഒരു ദിവസം ബോധം കെട്ടു വീണു. അങ്ങനെ അദ്ദേഹം അടുത്ത് തന്നെ മരിക്കാറായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം കരയാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞപ്പോൾ അടുത്തുന്ന ആളുകൾ ചോദിച്ചു, എന്താണ് കരയാനുള്ള കാരണം? വീണ്ടും അദ്ദേഹം മുമ്പ് പറഞ്ഞ ആ വാക്ക് തന്നെ പറഞ്ഞു, മാത മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വഹുവ ഖൈറുൻ മിന്നി. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്രയും വിദായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അല്ലെ ഫضل ആർക്കാണ് എന്നവർ തിരിച്ചറിഞ്ഞിരുന്നു. നമ്മളിന്ന് നമ്മുടെ മാനദണ്ഡം ദുനിയാവിന്റെ മാനദണ്ഡങ്ങളാണ്. രണ്ടുപേർക്ക് ദീനുണ്ട്, ഒരാൾക്ക് നല്ല ദീനുണ്ട്, അവൻ കുറച്ച് പട്ടിണിയാണ്, അയാൾ ദുനിയാവിന്റെ കാര്യത്തിലും കൂടി കുറച്ച് സമർത്ഥനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും ഇങ്ങോട്ടേ ചായുകയുള്ളൂ. പക്ഷെ ഇവരങ്ങനെയല്ല. സ്വഹാബത്ത് അവർ ദീൻ മാത്രമാണ് അവരുടെ മാനദണ്ഡം. ദീൻ കൊണ്ട് നോക്കിയാൽ മുസ്അബ് ബിൻ ഉമൈർ എന്നെക്കാൾ മുകളിലാണ്. അദ്ദേഹം എന്നെക്കാൾ ത്യാഗം സഹിച്ചു, ഷഹീദായി. അതിനുശേഷം എത്രയോ പുണ്യങ്ങൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചെയ്തിട്ടുണ്ട്, എത്രയോ സദഖ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ദീനാണ് അവരുടെ അളവുകോൽ. അതുകൊണ്ട് പറയുകയാണ്, മുസ്അബ് ബിൻ ഉമൈർ മാത മുസ്അബ് ബിൻ ഉമൈർ വഹുവ ഖൈറുൻ മിന്നി, മുസ്അബ് ബിൻ ഉമൈർ മരിച്ചു, അദ്ദേഹം എന്നെക്കാളും ഖൈറാണ്. ഫലം യൂജദ് ലഹു മാ യുകഫനു ബിഹി, അദ്ദേഹത്തിന് മറമാടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് സമ്പത്ത് കിട്ടിയത്, ദുനിയാവ് വിശാലമായത്, അത് ഞാൻ ഖൈറായിട്ടല്ലല്ലോ, എന്നെക്കാൾ ഖൈറുള്ള ആൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാണല്ലോ മരിച്ചത് എന്ന പേടിയായിരുന്നു അദ്ദേഹത്തിന്.